നമുക്ക് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു സംരംഭകയാണ്, സോഷ്യൽ മീഡിയ താരമാണ് അഹല്യ പ്രവീൺ. ഭൂമി ബൈ അഹല്യ എന്ന സംരംഭം ഇന്ന് വളരെ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. സ്വാഗതം അഹല്യ ന്യൂസ് 3യിലേക്ക്. താങ്ക് യു. അഹല്യ, ഓണം ഗംഭീരമായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് സോഷ്യൽ മീഡിയ അഹല്യയുടെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ എൻക്വയറീസ് ഒക്കെ നടത്തുന്നത് കമന്റ് വഴി തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം? ഇത്തവണത്തെ ഓണം വളരെ സ്പെഷ്യലായിരുന്നു. കാരണം ഇത് നമ്മുടെ രണ്ടാമത്തെ ഓണമാണ്. ഇത്തവണത്തെ ഓണത്തിന് ഞങ്ങളുടേതായിട്ട് തന്നെ ഒരു ഡിസൈൻ പുറത്തിറക്കാനുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതൊട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. ഞാൻ ഒരു ഡിസൈനറോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഈ ഒരു വളരെ യാദൃശ്ചികമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരു പുതിയ ആൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി, അത് വളരെ നന്നായി ആൾക്കാർ സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും ആത്മവിശ്വാസം ഒന്നും കൂടെ കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഇത്തവണത്തെ ഓണം എഡിഷനെ കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ ഒരു സ്വീകാര്യത എത്രത്തോളമായിരുന്നു? കാക്കപ്പൂവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയപ്പോൾ അത് ഒരുപാട് പേര് അതിനെക്കുറിച്ച് അന്വേഷിച്ചു, താങ്കളിലേക്ക് എത്തി. അതെ 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 തീർച്ചയായിട്ടും ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു നമ്മളുടെ സിഗ്നേച്ചറായിട്ടൊരു കാര്യം ചെയ്യണം എന്നൊരു ആഗ്രഹം വളരെയധികം ഉണ്ടായിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും പൂക്കളാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ അമ്മ പറഞ്ഞ കഥകളിൽ തൊട്ട് കാക്കപ്പൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വായിച്ച പുസ്തകങ്ങളിലൊക്കെ കാക്കപ്പൂക്കളുടെ റെഫറൻസുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഓണത്തിന് എന്ത് ചെയ്യണം വിചാരിച്ചപ്പോൾ കാക്കപ്പൂ തന്നെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ നമ്മളത് ആദ്യം ഒരു സാരിയിൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ശ്രമിച്ചു. പിന്നെ അതിനെന്നെ സഹായിക്കാനായിട്ടൊരു ഡിസൈനറുടെ ഹെൽപ്പ് ഞാനെടുത്തു. ശില്പ എന്നാണ് ഡിസൈനറുടെ പേര്. അങ്ങനെ ശില്പയും നമ്മുടെ കൂടെ കൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരച്ച് തന്നു. ഒരു ഔട്ട്ഫിറ്റ് എന്നുള്ളത് നമ്മൾ 7 ഔട്ട്ഫിറ്റിലേക്ക് ആണത് പുറത്തോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ഒരുപാട് സ്വീകാര്യത കിട്ടി, ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. എനിക്ക് ഓണത്തിന് കിട്ടിയ സെയിൽ എന്നുള്ളതിനുപരി ആളുകൾ ഇത് ഏറ്റെടുത്തു എന്നുള്ളതിലാണ് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതെ, അതിന്റെ തയ്യാറെടുപ്പ് കുറേ നേരത്തെ തുടങ്ങിയിരുന്നു അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. എനിക്ക് തോന്നുന്നു അത് ഒരുപാട് നാളുകൾക്ക് മുന്നേ താങ്കൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തരിലേക്കും എത്തുകയും ചെയ്തിരുന്നു. അതെ 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 തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഇത് എത്തിക്കാൻ പറ്റുമോ, ഇതിന് മുൻ പരിചയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ വർഷം ഓണത്തിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര്യ. ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. ഒരു പ്രമുഖ ഒരു ബ്രാൻഡിൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ഒരു സീരീസ് ഞാൻ അയച്ചു കൊടുത്തിട്ട് അവളോട് ഞാൻ പറഞ്ഞു അടുത്ത വർഷം നമ്മളും ചെയ്യും ഇതുപോലെയെന്ന്. അത് എത്ര കോൺഫിഡൻസോടുകൂടിയാണല്ലേ, എന്ത് ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അത് നമ്മൾ സാധിച്ചെടുത്തു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ആ ഒരു വിഷൻ ഉള്ളത് കൊണ്ട് തന്നെ അന്ന് തൊട്ട് ഓരോ കാര്യങ്ങളും ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈം ആയപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ, പിന്നെ നമ്മളത് വളരെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഞാനത് ചെയ്തത്. കാരണം ഞാനൊരു കുറച്ച് ഡസ്കി സ്കിൻ ടോണുള്ള ആളാണ്. അപ്പോൾ പലപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനടക്കം ഉള്ളൊരു സംശയമാണ് പല കളറുകളും നമ്മുടെ സ്കിന്നിന് ചേരുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓണത്തിന് ചൂസ് ചെയ്യുന്ന എപ്പോഴും ഓണത്തിന് വരുന്ന ഓഫ് വൈറ്റ് കളറായിരിക്കുമല്ലോ. ഈ ഓഫ് വൈറ്റ് കളർ എല്ലാവർക്കും ഒരേപോലെ ധരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് വെയർ ചെയ്യണമെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ, അതായത് നല്ല ഡാർക്കായിട്ടുള്ള ഒരാളിൽ നിന്ന് ലൈറ്ററായി ഫെയർ ആയിട്ടുള്ള ഒരാളിലേക്ക് ചെന്ന് നിൽക്കുന്ന ഒരു ഗ്രാഫിലാണ് നമ്മൾ ഇതിൻ്റെ മോഡൽസിനെ സെലക്ട് ചെയ്തത്. അതിൽ തന്നെ ഒരു ഇൻക്ലൂസിവിറ്റി കൊണ്ടുവരാൻ നമ്മൾ ട്രാൻസ്ജെൻഡറിനെ ഇൻക്ലൂഡ് ചെയ്തു. ട്രാൻസ്ജെൻഡർ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള നിങ്ങളുടെ തന്നെ ആളാണ്, നാദരയാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ കാക്കപ്പൂ എന്നുള്ളൊരു എന്നെ തന്നെയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തത്. നമ്മൾ എന്താ പറയണ്ടേ, വളരെ റെയറായിട്ടുള്ളൊരു ഫ്ലവറാണ്, എന്നാൽ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയണ്ടേ,
അതിൽ നമ്മൾ അതിന് ആ ഒരു ശ്രദ്ധ കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, കാക്കപ്പൂ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കാക്കപ്പൂക്കൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്ലാറ്റുകളും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ മകൾക്ക് ഇപ്പോൾ കാക്കപ്പൂ അറിയാം, കാരണം നമ്മൾ ഒരു വർക്ക് ചെയ്തതുകൊണ്ട്. അവരുടെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കുവാണ്. ഇനിയിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഒരു ഡിസൈനാണിത്. അപ്പോൾ അതെന്നും നിലനിൽക്കണം എന്നുള്ളൊരു ഉദ്ദേശവും കൂടെ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിലൂടെയാണ് ശരിക്കും അഹല്യയുടെ തുടക്കം. ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീയും ഒരു ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒക്കെ, ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്ക് കുറച്ച് പുറകിലോട്ട് പോയാൽ എങ്ങനെയാണ് ഈ സംരംഭകത്വത്തെക്കുറിച്ച് കൂടുതൽ ധാരണയില്ലാതെ ഇതിലേക്ക് എത്തിയത്? അധ്യാപികയായിരുന്നു എന്നറിയാം. അവിടെ മുതൽ ഒന്ന് പറയാമോ യാത്ര? തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അതിലോട്ട് എന്നെ എത്തിച്ചതും. സത്യം പറഞ്ഞാൽ 2017 എൻ്റെ വിവാഹം കഴിഞ്ഞത്. അന്ന് തൊട്ട് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഞാനും എൻ്റെ ഭർത്താവും ആക്റ്റീവാണ്. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും എല്ലാവരും നമ്മളെ കളിയാക്കുകയും, അല്ലെങ്കിൽ വേറെ പണിയില്ലേ, കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയ എന്നെ സഹായിച്ചിരിക്കുന്നത്. അധ്യാപനമാണ് എനിക്കിഷ്ടമുള്ള ജോലി എന്നല്ല, അതെൻ്റെ എനിക്ക് വളരെയധികം ഞാൻ റെസ്പെക്റ്റോടുകൂടി കാണുന്ന, ഞാൻ എന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപികയായിട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ അധ്യാപനത്തിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയെ ക്യാരിങ് ആയ ഒരു സമയത്ത് എനിക്ക് എന്തായാലും ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തു. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ മൂത്ത മോളുമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആവുന്നത്. അവൾക്ക് 11 മാസമുള്ളപ്പോൾ ഞാൻ ജോലി റീസ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നി, നമ്മൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ നമ്മളുടെ മക്കളുടെ കൂടെ വേണം. അത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. ഞാനത് തിരഞ്ഞെടുത്തു. എനിക്കതിനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്. പലപ്പോഴും പല ആളുകൾക്കും അങ്ങനെ ഒരു ചോയ്സ് എടുക്കണം എന്നുണ്ടാവും, പക്ഷേ സാഹചര്യം സമ്മതിക്കണം നിർബന്ധമില്ല. എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടിട്ട് ഞാൻ ജോബ് റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ കൂടെ പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിൽക്കാൻ എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ഡെഫിനറ്റ്ലി ഞാൻ പഠനം കഴിഞ്ഞ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞിട്ട് എൻ്റെ BEdൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോലിക്ക് കയറിയതാണ്. അന്ന് തൊട്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഒരു സമയത്ത്, ഈവൻ ദോ നമ്മുടെ ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി ആളുകൾ ഉണ്ടെങ്കിലും അറ്റ് ടൈംസ് നമുക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് ഈ സോഷ്യൽ മീഡിയ ഓൾറെഡി അപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അന്നെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളൊരു പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത് ഈ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് അന്നും കരുതിയില്ല. ഒരു പാർട്ട് ടൈമായിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. ഓക്കെ, മക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊന്ന് പറഞ്ഞു പോകാതെ വയ്യ. ഭൂമിയും പ്രകൃതിയും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും എന്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? പാരന്റിങ് വലിയ ഇഷ്ടമാണ്. നേരത്തെ ഇപ്പോൾ പറഞ്ഞു അതിനുവേണ്ടിയാണ് ജോലി ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ആർജവും അതുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പാരന്റിങ്ങിൽ ഇത്രയും ശ്രദ്ധ വന്നത്? അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കാൻ എവിടെ അവസരം കിട്ടിയാലും അത് കളയാതെ ആളുകളോട് സംസാരിക്കുന്ന ആളാണ് അഹല്യ. പറയൂ പാരന്റിങ്ങിനെ കുറിച്ച്. എന്താണ് അവരിൽ നിന്ന് പഠിച്ചതാണല്ലോ പാരന്റിങ്? അതെ തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും എല്ലാവരോടും വാചാലാവുന്നൊരു കാര്യമാണ് പാരന്റിങ്. ഞാനിതിൽ എക്സ്പേർട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും എന്താ പറയണ്ടേ, നമ്മുടെ മക്കൾ, ഞാനൊരു അമ്മയായതിനു ശേഷമാണ് മക്കൾക്ക് ഇത്ര പ്രയോറിറ്റി കൊടുക്കണം, അവരാണ് നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഞാൻ ഫിസിക്കൽ ഹെൽത്തിനേക്കാൾ ഉപരി അവരുടെ മെൻ്റൽ ഹെൽത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ആദ്യം അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ക്യാരിങ് ആയ സമയം തൊട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും അതുപോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അതിന്ന് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ലൈഫിലോട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിൽ ഒരു കാര്യമാണ് ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പം തൊട്ട് ഞങ്ങളെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളർത്തിയേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇതിനെക്കുറിച്ച് എത്ര ധാരണയുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മക്കളെ ആ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലപ്പോഴും എല്ലാവരും ചോദിക്കും, കുട്ടി തനിയെ ഭക്ഷണം കഴിക്കുന്നു, എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യുന്നു. അത് എനിക്കും ഈ പറയുന്ന പോലെ പലർക്കും പേരൻറ്റിങ് ഒരു ബേർഡൻ ആവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ. ബിക്കോസ് നമ്മളെല്ലാവരും ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പം ഒന്നെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരാൾ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്നെ എൻ്റെ പാർട്ട്ണറെ സംബന്ധിച്ച് ഞങ്ങൾ ഈക്വലി രണ്ടുപേരും എല്ലായ്പ്പോഴും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇന്നാൾ അത് ചെയ്യണം, ഇന്നാൾ ഇത് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷേ സ്റ്റിൽ ആൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പൊതുവെ. അപ്പോൾ എന്നെ കൂടി ഈസി ആക്കുക, എനിക്കും ഇവരെ കൊണ്ടൊരു സ്ട്രഗിൾ ഉണ്ടാവരുത്. ആ സ്ട്രഗിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മെൻ്റലി വീക്കാവും, ഞാൻ സ്ട്രെസ്ഡ് ആവും. ആ സ്ട്രെസ് ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്ന എൻ്റെ മക്കളിലോട്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് എല്ലാ കാര്യങ്ങളും ഇവരെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഞാൻ ശീലിപ്പിച്ചത്. ഇപ്പോൾ എൻ്റെ LKG 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുട്ടി രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ആണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് ബാക്കി അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അത് ചെറുപ്പത്തിലേ കൊണ്ടുവന്നത് എൻ്റെ കാര്യങ്ങളും കൂടെ കുറച്ച് ഈസി ആക്കാനാണ്. പിന്നെ അവിടെ മെൻ്റൽ ഹെൽത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് നമ്മുടെ പേരൻസിൻ്റെ ഒരു അറിവ് കുറവ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് ഇന്നുള്ള ഇൻസെക്യൂരിറ്റീസ്, കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, സ്ട്രെസ്സുകൾ. ഇപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് തെറപ്പി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാഴിക, അതൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളാണെന്നുള്ള മനസ്സിലാക്കലിൽ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവരുത്. മേ ബി അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ട് തന്നെ വരണം നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ അതിന് ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്തത്. അഹല്യയെ സംബന്ധിച്ച് സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതിപ്പോൾ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് കമൻറ്റിലൂടെ ആണെങ്കിൽ അതിനൊരു മറുപടികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെ കൂടി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് അഹല്യ. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ള ആളുകൾ കൂടുതലും ഈ സംരംഭത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിലൊരു ക്വസ്റ്റ്യൻ മാനസികമായിട്ട് തിരിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ബുദ്ധിമുട്ടുണ്ടാക്കി. എനിക്ക് എവിടെ നിന്നാണ് ഈ ഇതൊക്കെ എടുക്കുന്നത്, സാരിയൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പർച്ചേസൊക്കെ എവിടെയാണ്? അപ്പോൾ അഹല്യ പറയുന്നുണ്ടായിരുന്നു, ഇത് ഒരു ദിവസത്തെ പണിയല്ല, ഇത് ഞാൻ ഒരുപാട് കാലമായി ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ്, അതൊന്നും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു റിപ്ലൈ ഞാൻ കണ്ടിരുന്നു. അതേസമയം സംരംഭത്തിലേക്ക് നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. എന്താണ് കരുതുന്നത് ഈ സംരംഭത്തിലേക്ക് പുതുതായി സ്ത്രീകൾ ഇറങ്ങുന്നതിനെ കുറിച്ച്, അവരുടെ ചോദ്യങ്ങൾ, കമൻറ്റുകൾക്കുള്ള റിപ്ലൈ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമാണ് ആളുകൾ എന്നോട് ചോദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ റീസെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാരിയോ അല്ലെങ്കിൽ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സംരംഭകയാണ്, ഞാനൊരു സംരംഭം തുടങ്ങി എന്നുള്ളതിൻ്റെ എഫേർട്ട് ഇരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഈ പ്രോഡക്ട്സ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് ഞാനൊരു സംരംഭകയാകുന്നത്. അപ്പോൾ ആ എഫേർട്ടാണ് എന്നെ ഒരു സംരംഭകയാക്കിയത്. അപ്പോൾ ആ എഫേർട്ട് എടുക്കാൻ നമ്മൾ റെഡി ആവണം. ഇപ്പോൾ പലപ്പോഴും എന്നോട് പലരും ഡയറക്റ്റ്ലി വന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, ആ ആളുടെ നമ്പർ തരുമോ എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതല്ല, എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ കോൺടാക്ട് നമ്പേഴ്സ് എടുത്തിട്ട് നോർത്തിലും സൗത്തിലും എന്ന് വേണ്ട എനിക്ക് അറിയുന്ന എല്ലാ സ്ഥലത്തും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇരുന്ന് മാസങ്ങളോളം അവരെ കോൺടാക്ട് ചെയ്തു, അതിന്ന് സോർട്ട് ചെയ്തു. ഈ പറയുന്ന പോലെ ഇവരൊക്കെ റിയൽ ആണോ, അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ എന്നറിയില്ല, നമുക്ക് അവിടെ കോണ്ടാക്റ്റ് ഉള്ള ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചു. അങ്ങനെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ടുണ്ട്. എന്നിട്ടും തീർന്നിട്ടില്ല. പലപ്പോഴും നമുക്ക് ഫുൾ എമൗണ്ട് കൊടുത്താലാണ് നമുക്ക് അവർ പ്രോഡക്റ്റ്സ് അയക്കുള്ളൂ. ആ അവസ്ഥ അങ്ങനെ അയച്ച് തന്നിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതുവരെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഡെഡ് സ്റ്റോക്കായിട്ട് നമ്മുടെ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് എന്താ പറയണ്ടേ സോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്കുള്ള ഒരു 3-4 ഡീലേഴ്സിലേക്ക് എത്തിയത്. ആ എഫേർട്ടാണ് ഞാൻ എടുത്ത, എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ എടുത്ത എഫേർട്ട്.
അപ്പോൾ മുന്നോട്ട് വരുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സംരംഭകരാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു എഫേർട്ട് എടുക്കാൻ റെഡി ആവണം. ആ രീതിയിൽ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കും. പക്ഷേ എളുപ്പ വഴിയിൽ നമ്പർ തരുമോ, ഞങ്ങളും അവരുടെ അടുത്തൊന്ന് സാരി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പം ആ ഒരു അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് എനിക്കുള്ളത് എനിക്ക് വരും, മറ്റുള്ളവർക്കും ഇതിലോട്ട് കടന്ന് വരാൻ സാഹചര്യം ഒരുങ്ങണം, അവരും അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എനിക്കെതിരായിട്ട് ഒരാൾ വന്നാൽ അതൊരു കോമ്പറ്റീഷൻ ആകുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് ഇപ്പം നേരത്തെ പറഞ്ഞു കാക്കപ്പൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കോൺഫിഡൻസിൽ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് അതിലേക്ക് എത്ര ദൂരമുണ്ട് ഇനി? തീർച്ചയായിട്ടും അതിലേക്ക് ഇനി വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. കാരണം നമുക്ക് ഓരോ സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക നമുക്കിത് സാധിക്കുമോ. ഇത് എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്, വളരെ ബുദ്ധിമുട്ടാണ് ഫൈനാൻഷ്യലി. ഞാനൊരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറിയിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ടും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പ്രോഡക്ട്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലായി ആളുകൾക്ക് വേണ്ടത് അതാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ഥാനം ഉറപ്പിക്കേണ്ട ഒരു സമയമായി. കാരണം ഇപ്പോൾ സംരംഭകരുടെ ഒരു എന്താ പറയണ്ടേ, ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നമ്മളുടെ സിഗ്നേച്ചർ കുറച്ച് ഐറ്റംസ് വേണം, അല്ലെങ്കിൽ നമുക്കവിടെ നമ്മുടെ പേര് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ സ്വന്തം പ്രോഡക്ട്സ് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ ചെറുതായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഒരു ബ്രാൻഡ് ആവുക, ഒരു ബ്രാൻഡ് നെയിം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിലോട്ട് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അതിലേക്ക് എത്തും എന്നാണ് ഞാൻ കരുതുന്നത്, ആഗ്രഹിക്കുന്നത്. അഹല്യയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാറാണ് പതിവ് ആളുകൾക്ക്. ഞാനിങ്ങനെ ചെയ്യുന്നു, കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് എൻ്റെ പ്രോഡക്റ്റ്. നമ്മുടെ മെയിൻ നമ്മുടെ സ്റ്റൈലിംഗ് മോഡലും നമ്മൾ തന്നെയാണ്. നമ്മുടെ മോഡൽസിനൊക്കെ എടുത്തു നോക്കിയാൽ അവർക്കുണ്ട് പ്രത്യേകതകൾ. കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കൂടുതലായിട്ടും മോഡലായിട്ട് വരുന്നത് കാണുന്നത്. ആരൊക്കെയാണ് മോഡലിങ്ങിന് അവരൊക്കെ ഇപ്പൊ ചെയ്ത് ഭയങ്കര പ്രൊഫഷണൽസ് ആയെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ചുറ്റും നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ സൗഹൃദത്തിന് അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഞാൻ ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. കാരണം അവരൊക്കെ എൻ്റെ ഗ്രോത്തിൽ ഒരുപാട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പം പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കുമ്പം അവർക്കൊക്കെ ഞാൻ അവസരം കൊടുത്ത പോലെയാണ് തോന്നുന്നതെങ്കിലും അവരാണ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ഡൗൺഫോളിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ അനിയത്തി അതുല്യ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആര്യ, പിന്നെ എൻ്റെ കസിൻ ഉണ്ട് കൃഷ്ണപ്രിയ. അങ്ങനെ ഇവർ 3 പേരുമാണ് സ്ഥിരമായിട്ട് എൻ്റെ മോഡൽസായിട്ട് കാണുന്നത്. ഇവർ മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ കസിൻസ്, എൻ്റെ അനിയത്തിമാർ, എൻ്റെ അനിയന്മാർ, പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിഷ്ടമാണ് എൻ്റെ പ്രോഡക്റ്റ്സ്. അപ്പം അവർ തന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പം എനിക്കൊന്നും കൂടെ സന്തോഷമാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ മോഡൽസിനെ സെലക്ട് ചെയ്യുന്നതിലും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. അതിനൊരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളർ ടോൺസ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഫാബ്രിക്കും ഏത് ഇട്ടാലും എല്ലാ ആൾക്കാർക്കും അത് ഇണങ്ങുന്ന രീതിയിലുള്ളൊരു അതും കൂടെ വരണം എന്നുള്ളതും തീർച്ചയായിട്ടും ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഓരോ സ്ഥലത്തും കൃത്യമായി എവിടേക്കാണോ എത്തേണ്ടത് അത് എത്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും താങ്കൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ പുതിയ ബ്രാൻഡ് അതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. നമുക്ക് അന്ന് വീണ്ടും കാണാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുന്നോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഇത് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഓണം സാരി ഉടുത്താണ് അപർണ ഇവിടെ ഓണം ന്യൂസ് വായിച്ചത് ഓണ സമയത്ത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇന്ന് ഈ ഒരു ചാനലിൽ ഞാൻ ഗസ്റ്റായിട്ട് വരാൻ എനിക്ക് സാധിക്കുമെന്ന്. അപ്പോൾ അന്ന് എനിക്കറിയാം റാൻഡമായിട്ടൊരു എൻ്റെ സാരി കണ്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത ഒരാളാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ ഇതിന്റെ കാര്യത്തിന് സംസാരിക്കുമ്പോൾ കോൺടാക്ട് തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഉടനെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബ്രാൻഡുമായിട്ട് ഇനി എനിക്ക് ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. താങ്ക് യു.